ഗ്രാമങ്ങളിൽ പോലും അന്യമായിക്കൊണ്ടിരിക്കുന്ന തഴപ്പായ തൃശ്ശൂരിൽ ഒരാൾക്ക് ഇന്നും ഉപജീവന മാർഗമാണ്. എടതിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അശോകനാണ് ആ പായ വിൽപ്പനക്കാരൻ. തീരദേശത്തെ വീടുകളിൽ നെയ്യുന്ന പായ ശേഖരിച്ച് ചന്തയിൽ വിറ്റാണ് അശോകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അശോകന് വയസ്സിപ്പോൾ 64. 35 വർഷം മുമ്പാണ് തഴപ്പായ വിൽപ്പന തുടങ്ങിയത്. തീരദേശ മേഖലയിൽ കൈതോല സുലഭമായിരുന്നതിനാൽ പല വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു. മനോഹരമായി നെയ്ത കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാരും ഏറെയായിരുന്നു. അഴീക്കോട് മുതൽ ചേറ്റു വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ അശോകൻ കൈതോലപ്പായകൾ ശേഖരിച്ചിരുന്നു. ആഴ്ചയിൽ 200 മുതൽ 300 വരെ പായകളാണ് വിറ്റിരുന്നത്. പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. കൈതോല കൃഷി നശിച്ചതും തിരിച്ചടിയായി. ഇപ്പോൾ 40 മുതൽ 50 പായകൾ മാത്രമേ വീടുകളിൽ നിന്ന് നെയ്തു കിട്ടൂ എന്ന് അശോകൻ. പണ്ട് പായ നെയ്തിരുന്നവരിൽ പലരും ഇന്ന് തൊഴിലുറപ്പിന് പോവുകയാണ്. തൊഴിലുറപ്പിലേക്ക് മാറിയപ്പോൾ അത് കുറവാണ്. പിന്നെ വല്ല കാരണം വരെ ഇന്ന് ചെയ്ത് കിട്ടണത് അത്ര ഗുണമല്ല പായ ആദ്യത്തെ അത്ര. അതാണ്. പിന്നെ അതിൻ്റെ ചിലവും കുറഞ്ഞു. ചിലവ് കുറവിൻ്റെ ഉണ്ട്. ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലായ വന്നതോടുകൂടി അതിൻ്റെ ചിലവ് വളരെ കുറവാണ്. മരിച്ചാൽ മാത്രമേ ഒരെണ്ണൊക്കെ പോകണുള്ളൂ. ആണ് അവർ പറഞ്ഞത്. ഇതിനൊരു വില അങ്ങനെ കൂടുതൽ അങ്ങനെ കയറുന്നില്ല. 250 മുതൽ 280 രൂപ വരെയാണ് തഴപ്പായയ്ക്ക് വില. തുച്ഛമായ വരുമാനമേ ലഭിക്കുന്നുള്ളൂവെങ്കിലും തഴപ്പായ വിൽപ്പന വേണ്ടെന്ന് വയ്ക്കാൻ അശോകന് മനസ്സില്ല. 24 തൃശൂർ.